ഹായ് ഗേസ്, അസ്സലാമലൈക്കും. വെൽക്കം ടു മൈ ചാനൽ. നമ്മൾ ഇന്ന് ഉണ്ടാക്കാൻ പോകുന്ന മാമ്പഴ പുളിശ്ശേരിയാണ്. ആദ്യം 3 മാങ്ങ എടുക്കുക, നമുക്ക് അതിനാവശ്യമായ. പിന്നീട് മുളകും പൊടി ആവശ്യത്തിന് നിങ്ങൾ എരിവിനനുസരിച്ച് ഇടുക. പിന്നെ ഞാൻ 1 സ്പൂണോളം മഞ്ഞൾപ്പൊടി ഇതിലേക്ക് ഇട്ടിരിക്കുന്നു. പിന്നെ ഒരു മധുരത്തിന്, ഇത് മൂവാണ്ടനാണ്, അപ്പോൾ അത്യാവശ്യം മധുരം ഉണ്ട്. എന്നാലും ലേശം ഒരു മധുരത്തിന്, അതിൻ്റെ ഒരു ടേസ്റ്റിന് വേണ്ടിയില്ലേ ഒരു ചെറിയ കഷ്ണം ശർക്കര, പിന്നെ അതിന് അത്യാവശ്യമായിട്ടുള്ള വെള്ളം, പിന്നെ ഉപ്പ് ഇടണം കേട്ടോ. നമുക്ക് അത്യാവശ്യം മധുരവും പുളിയും ഒക്കെ കൂടി ബാലൻസ് ചെയ്യാൻ വേണ്ടിയിട്ട് നമുക്ക് അതിനാവശ്യമായ ഉപ്പ് ഇടണം. പിന്നെ അതിലേക്ക് വേണ്ട ചേരുവകൾ പറഞ്ഞാൽ തേങ്ങ അരച്ച് ചേർക്കാനുള്ളത്. തേങ്ങയ്ക്ക് പെരുംജീരകം ഇട്ടിട്ടുണ്ട്, നല്ല ജീരകം, വേപ്പിൻ്റെ ഇല, പച്ചമുളക്, ചുവന്നുള്ളി, വെളുത്തുള്ളി എന്നിവ ഇട്ടിട്ട് നമ്മൾ അരച്ചെടുത്ത് കൊണ്ടുവരിക. അതിന് ശേഷം ഇതുപോലെ നല്ലവണ്ണം മാങ്ങ ഒന്ന് വെന്തെന്ന് കണ്ടാൽ നമ്മൾ തേങ്ങ ഇട്ടിട്ട് അത്യാവശ്യം തിളച്ചോട്ടെ. കാരണം നമ്മൾ ചില വെജിറ്റബിൾ കറിയൊക്കെ ഉണ്ടാക്കുമ്പോൾ തേങ്ങ തിളക്കേണ്ട ആവശ്യമില്ല, ഒരു പാത്രം വന്നാൽ മതി. ഇത് അത്യാവശ്യത്തിൽ അധികം തിളച്ചാലൊന്നും കുഴപ്പമില്ല. തിളക്കുക, എന്നിട്ട് ഉപ്പും ഇതൊക്കെ ഉണ്ടാകാൻ നോക്കിയിട്ട് വേണമെങ്കിൽ ഇടുക. പിന്നെ ഇത് അതേപോലെ നല്ലവണ്ണം തിളച്ചോട്ടെ. ഇതിന് ശേഷം നമ്മൾ ഞാൻ അത്യാവശ്യം പുളിയുള്ള തൈര്, നമ്മൾ വീട്ടിൽ തന്നെ ഉണ്ടാക്കിയ തൈരാട്ടോ, അപ്പോൾ അത്യാവശ്യം പുളിയൊക്കെ ഉണ്ട്. ആ തൈര് ഒഴിക്കുമ്പോൾ നമ്മൾ തീ കുറച്ച് വെക്കുക. അധികം തീ വേണ്ട, ലോ ഫ്ലെയിമിൽ ഇടുക. പിന്നെ വെളിച്ചെണ്ണ വെച്ച് കടുകും നമ്മളെ വറ്റൽമുളകും വേപ്പിൻ്റെ ഇല ഇട്ട് തൂമിക്കുക. അപ്പോൾ നമ്മൾ മാമ്പഴ പുളിശ്ശേരി ഇഷ്ടമായെങ്കിൽ നിങ്ങളെ കമൻറ്റ് അറിയിക്കുക. പിന്നെ അതുപോലെ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. അടുത്ത വീഡിയോ വരെ കാണുന്നത് വരെ ബായ്.